ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തെന്ന് വെച്ചാൽ രാവിലെ ഒരു 5 മണി മുതൽ ഒരു 11 മണി വരെയുള്ള വ്ളോഗാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത്രയും സമയത്തിനുള്ള എന്തെന്നൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ട്, അതാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ കാപ്പി എന്തെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും നമുക്ക് കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയും അതിനുള്ള മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പെരിഞ്ജീരകമാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ ഒരു പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇത് സവാള നന്നായിട്ട് വഴേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇന്ന് എടുത്തിട്ടുള്ള കടല വന്നിട്ട് ഗ്രീൻ പീസ് കടലയാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇന്നലെ തന്നെ വെള്ളത്തിൽ കോരാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതിനുള്ള നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് പെരിഞ്ജീരക പൊടിയും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാവ് ഇവിടെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതിനെ ചെറിയ ചെറിയ ഉണ്ടായിട്ട് പിടിച്ച് നമുക്ക് വെക്കാം. എന്നിട്ട് ഞാനിവിടെ ചപ്പാത്തി പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അടുപ്പിലോട്ട് നമുക്ക് ഇവിടെ കടല വെന്തിട്ടുണ്ടാകും നമുക്കൊന്ന് നോക്കാം. അപ്പം ഫിസിലൊക്കെ മാറ്റിയിട്ട് അപ്പോൾ നന്നായിട്ട് കടല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ച അരപ്പൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ചപ്പാത്തിയും നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോൻ കരയുന്നുണ്ട്. അങ്ങനെ അവനെയും പോയി ഒന്ന് സമാധാനപ്പെടുത്തിയിട്ടൊക്കെ വന്നിട്ടാണ് വീണ്ടും ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. പിന്നെ അങ്ങനെ നമ്മളെ ചപ്പാത്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറി തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്താൽ അത് നല്ലൊരു മണമായിരിക്കും. അപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ പോയി ഞാൻ പറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു തൈ ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഈ ഒരു മല്ലിയിലയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ അരിഞ്ഞൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചായക്ക് വേണ്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുന്നുള്ളൂ പാലിലോട്ട്. എന്നിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തേയിലപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് കറണ്ട് കിട്ടി കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. സാധാ നമ്മളെ ചായയുടെ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചായ അരിപ്പിലോട്ട് അരിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ആറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇക്കയെ വിളിച്ചിട്ടുണ്ട്. ഇക്ക വന്നിപ്പോൾ കഴിക്കും. അപ്പം ഇക്ക കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ പോയി നോക്കിയപ്പം രണ്ടാളും ഭയങ്കര ഉറക്കം. പിന്നെ ഞാനും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞാൻ മാത്രമേ ചായ കുടിക്കാറുള്ളൂ. പിന്നെ ഇക്കായെങ്കിൽ ഓട്ടം പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇക്ക ഒരു 6:45 പോവും. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം റൈഹാൻ എണീറ്റ് ഇടഞ്ഞു. അപ്പോൾ അങ്ങനെ റൈഹാനെ സമാധാനമൊക്കെ പെടുത്തിയിട്ട് വന്നതിന് ശേഷം പിന്നെ അരി അടുപ്പിലിട്ടു. പിന്നെ അതിന് ശേഷം തുണി പിരുത്തിടാനുണ്ടായിരുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ പിരുത്തിട്ടതിന് ശേഷം വീണ്ടും താഴോട്ട് വന്ന് റൈഹാൻ എണീക്കാൻ മുമ്പ് നമ്മൾ കുറുക്കുണ്ടാക്കണമല്ലോ. അങ്ങനെ അവന് വേണ്ടിയിട്ട് ഇന്ന് അമൃതം പൊടിയുടെ കുറുക്കാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ അമൃതം പൊടിയുടെ കുറുക്കും റെഡിയാക്കി. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് നൂറാക്കുള്ള ടൈം ടേബിൾ നോക്കി ബുക്കൊക്കെ വെക്കണമായിരുന്നു. ബുക്ക് ഒരു 2 ബുക്കേ ഉള്ളൂ. എന്നാലും അന്നത്തുള്ള ഒരു ടൈം ടേബിൾ നോക്കിയല്ലേ നമ്മൾ വെക്കേണ്ടത്. അങ്ങനെ നൂറായുടെ ടൈം ടേബിളൊക്കെ നോക്കി നമ്മൾ ബുക്ക് ബാഗിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നൂറാക്കുട്ടി എണീറ്റ് വന്നു. പിന്നെ നൂറാക്കുട്ടിയെ കുളിപ്പിച്ച് എന്നിട്ട് ഒരുക്കി നല്ല സുന്ദരി കുട്ടിയായിട്ട് നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം നൂറാക്കുട്ടിക്ക് രാവിലത്തെ കാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് കാപ്പി കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ഒരു കുട്ടിയാണ്. പിന്നെ അങ്ങനെ ആവശ്യം പടമൊക്കെ ഇട്ടു തരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആവശ്യ പടമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഭയങ്കര ഡാൻസും കാര്യം പിന്നെ അങ്ങനെ കഴിച്ചെടുത്തിട്ട് പിന്നെ സ്കൂളിലോട്ട് പോവുകയാണ്. നൂറാക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര നാണം ക്യാമറയിൽ നോക്കാൻ വേണ്ടി. പിന്നെ നൂറാക്കുട്ടിയെ കൊണ്ട് വിട്ടിട്ട് പിന്നെ നമുക്ക് റൈഹാൻ ഇന്ന് 9ാം മാസത്തെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അവനെ കുളിപ്പിച്ചെടുത്ത്
പിന്നെ ഒരുക്കി അവനെ ഉറക്കാട്ടി കിടത്തിയിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, നമ്മളൊക്കെ ഒരുങ്ങിയതിന് ശേഷം പിന്നെ അവനെയും കൂടെ എടുത്തിട്ട്, അവനാണെങ്കിൽ ഭയങ്കര ഉറക്കമായിരുന്നു. പിന്നെ ആ ഒരു ഉറക്ക ക്ഷീണത്തിലാണ് അവൻ ഇരിക്കുന്നത്, കണ്ടാലും മനസ്സിലാവുമല്ലോ. പിന്നെ ഞാനും ഇക്കായിട്ട് ബൈക്കിലാണ് പോണത്. പിന്നെ ബൈക്കിൽ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അകത്തോട്ട് പോയിട്ട് റൈഹാനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. മൊത്തം 4 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, 2 കയ്യിലും 2 കാലിലായിട്ട്. അപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, കയ്യിലിരുന്ന ഒരു കുപ്പി മരുന്നിനെ എടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ ആളെ ഹാപ്പിയായി. പിന്നെ ഇഞ്ചക്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു അരമണിക്കൂർ നമ്മൾ വെളിയിൽ വെയിറ്റ് ചെയ്യണമെന്ന്. ചിലപ്പോൾ ഈ അരമണിക്കൂർ എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.